Hello everyone. തേർഡ് സെമിസ്റ്റർ എക്സാം ബികോം എക്സാം 4-ാം തീയതി ആരംഭിക്കുകയാണല്ലോ. ബികോം BBAയുടെ ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ്സ് എന്ന പേപ്പർ കഴിഞ്ഞ വർഷത്തിൽ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ആദ്യത്തെ 15 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണുള്ളത്. സീലിംഗ് പാറ്റേൺ ആയതുകൊണ്ട് എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്യണം, ആൻസർ ചെയ്യാം. അപ്പോൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതുമ്പോൾ മാർക്ക് കുറഞ്ഞു പോയാൽ നിങ്ങൾക്ക് മറ്റു ക്വസ്റ്റ്യൻ്റെ ആൻസറിലൂടെ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. സോ ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. ഒന്ന് ചോദിച്ചിട്ടുള്ളത് വാട്ട് ഈസ് പ്യുവർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. എന്താണ് പ്യുവർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ax² + bx + c = 0. അതിൽ b is 0. then ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ x² + c = 0. അതിനെയാണ് എന്ത് പറയുന്നത്, പ്യുവർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ദെൻ അടുത്തത് റൂട്ട്സ് ഓഫ് ദി ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. റൂട്ട്സ് ഓഫ് ദി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യുകയാണെങ്കിൽ 2 വാല്യൂസ് എക്സിന് കിട്ടുവാണെന്ന് വയ്ക്കുക. അപ്പോൾ സോ അങ്ങനെയുള്ള ഇക്വേഷനെ നമുക്ക് എന്ത് പറയാം, റൂട്ട്സ് ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്ന് പറയാം. ദെൻ വാട്ട് യു മെൻ ബൈ ദ മൈനർ എലമെൻറ്റ് ഓഫ് എ മെട്രിക്സ്. മെട്രിക്സിൻ്റെ മൈനർ എലമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ് ദ ഡിറ്റർമിനൻറ്റ് ഒബ്റ്റെയിൻഡ് ബൈ ഡിലീറ്റിംഗ് ഇറ്റ്സ് റോസ് ആൻഡ് കോളം ഇൻ വിച്ച് എലമെൻറ്റ് ലൈസ്. ഒരു എലമെൻറ്റ് എവിടെയാണോ ഉള്ളത് അതുമായിട്ട് ബന്ധപ്പെട്ട അത് നിൽക്കുന്ന റോയും കോളവും കട്ട് ചെയ്താൽ ബാക്കി കിട്ടുന്ന ഇതാണ് ഡിറ്റർമിനൻ്റാണ് മൈനർ എലമെൻറ്റ് എന്ന് പറയുന്നത്. ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഫ് എവറി എലമെൻറ്റ് എബവ് ആൻഡ് ബിലോ ദി ലീഡിങ് ഡയഗണൽ ഈസ് 0 ദ മെട്രിക്സ് ഈസ് കോൾഡ് ട്രയാങ്കുലർ മെട്രിക്സ്. ദെൻ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. മെട്രിക്സ് എന്ന് ഒരുപാട് തിയറിയും ചോദിക്കാറുണ്ട്, പ്രോബ്ലംസും ചോദിക്കാറുണ്ട് കേട്ടോ. 10 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസും 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസും അതുപോലെ 2 മാർക്സും നിങ്ങൾക്ക് ധാരാളം എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ചാപ്റ്ററാണ് മെട്രിക്സ്. സോ എനി സ്ക്വയർ മെട്രിക്സ് ഈസ് സെറ്റ് ടു ബി സ്ക്യൂ സിമെട്രിക് ഇഫ് ഇറ്റ് ഈസ് ഈക്വൽ ടു ഇറ്റ്സ് നെഗറ്റീവ് ട്രാൻസ്പോസ്. അതിൻ്റെ നെഗറ്റീവ് ട്രാൻസ്പോസിന് ഈക്വൽ ആണെങ്കിൽ അതിനെ ഒരു സ്ക്വയർ മെട്രിക്സിനെ നമുക്ക് എന്ത് പറയാം, സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയാൻ പറ്റും. ദെൻ ഡിഫൈൻ ഹാർമോണിക് പ്രോഗ്രഷൻ. ഹാർമോണിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ ഓഫ് എവറി ടേം ടേക്കൺ ഇൻ ദ സെയിം ഓർഡർ ഫ്രം ദ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. അതായത് എക്സ് എന്നാണ് എല്ലാത്തിലും നമ്മൾ എടുക്കുക, മീനും മീഡിയനൊക്കെ കാണുമ്പോൾ അതിൻ്റെ 1/x ആയിട്ടാണ് നമ്മൾ ഏതിൽ വരുന്നത്, ഈ ഹാർമോണിക് മീൻ എന്ന് പറയുന്നത്. റെസിപ്രോക്കൽ എടുത്തിട്ടാണ് ചെയ്യുന്നത്. ദെൻ വാട്ട് ഈസ് മെൻ ബൈ കൺവേർജൻറ്റ് സീരീസ്. കൺവേർജൻറ്റ് സീരീസ് എന്ന് പറഞ്ഞാൽ വെൻ ദ സം ഓഫ് ദി ടേംസ് ഇൻ എ സീരീസ് ടെൻഡ് ടു ബി ഫൈനൈറ്റ് ക്വാണ്ടിറ്റി. ഫൈനൈറ്റ് ക്വാണ്ടിറ്റിക്ക് ടെൻഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ കൺവേർജൻറ്റ് സീരീസ് എന്ന് പറയാം. ആനിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് എ ഫിക്സഡ് എമൗണ്ട് പേയബിൾ പീരിയോഡിക്കലി അറ്റ് ഈക്വൽ ഇൻ്റർവെൽസ് ഇൻ ദ ഫോം ഓഫ് ഇൻട്രസ്റ്റ്, റെൻറ്റ്, പെൻഷൻ. ഇങ്ങനെ ഒരു ഈ രൂപത്തിലൊക്കെ കൊടുക്കുന്ന പീരിയോഡിക്കലായിട്ട് കൊടുക്കുന്ന ഫിക്സഡ് എമൗണ്ട് ആണ് ആനുറ്റി എന്ന് പറയുന്നത്. എഫക്റ്റീവ് ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിയൽ റിട്ടേൺ ഓൺ സേവിങ്സ് when the effect of compounding over time is taken into account. It reveals real percentage rate owed in interest on loan. Then അടുത്തത് മീഡിയൻ. മീഡിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിഡിൽ വാല്യൂ ഓഫ് ദി സീരീസ്. ഒക്കെ അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സ്റ്റേറ്റ് എനി 2 മെറിറ്റ്സ് ഓഫ് ദി അരിത്തമെറ്റിക് മീൻ. അരിത്തമെറ്റിക് മീനിൻ്റെ മെറിറ്റ്സും പഠിച്ചു പോവുക, അതേപോലെ ലിമിറ്റേഷൻസും നിങ്ങൾ പഠിച്ചു പോവുക. ദെൻ ഡിഫൈൻ ക്വാർട്ടൈൽ ഡീവിയേഷൻ. ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ് ഹാഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ തേർഡ് ആൻഡ് ഫസ്റ്റ് ക്വാർട്ടൈൽസ്. തേർഡ് ക്വാർട്ടൈൽസും ഫസ്റ്റ് ക്വാർട്ടൈൽസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇത് പറയുന്നത് ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറയുന്നത്. ദെൻ ഡിഫൈൻ വാരിയൻസ്. വാരിയൻസും നിങ്ങൾക്കറിയാം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ പഠിക്കുന്ന ഒരു ഇതാണ് വാരിയൻസ് എന്ന് പറയുന്നത്. സ്ക്വയർ ഓഫ് ദി ഡീവിയേഷൻസ് ഓഫ് ദി ഓൾ വാല്യൂസ് ഇൻ ദ സീരീസ് ഫ്രം ദെയർ മീൻ. സ്ക്വയർ റൂട്ട് ഓഫ് ദി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയർ റൂട്ടും ആണ് ഇത് വാരിയൻസ് എന്ന് പറയുന്നത്. ദെൻ ഹൗ ഡു യു കാൽക്കുലേറ്റ് റേഞ്ച് ആൻഡ് കോഎഫിഷ്യൻറ്റ്. റേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു ഡിസ്ട്രിബ്യൂഷനിൽ ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് വാല്യൂസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ്
പിന്നെ അതിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ L minus S divided by L plus S. Then what is positive skewness? Positive skewness എന്ന് പറഞ്ഞാൽ the mean is greater than the median and median is greater than mode. അപ്പോഴാണ് സ്ക്യൂനെസ് എന്താണെന്ന് പറയുന്നത്, പോസിറ്റീവ് ആണെന്ന് പറയുന്നത്. 2 മാർക്സിൻ്റെ 15 ക്വസ്റ്റ്യൻ 30 മാർക്കാണ്. പക്ഷേ നമ്മുടെ സീലിംഗ് എത്ര വരും? 25 സീലിംഗ്. സോ ഈ ഒരു സെക്ഷനിൽ നിന്ന് നിങ്ങൾക്ക് മാക്സിമം ഏൺ ചെയ്യാൻ പറ്റുന്ന മാർക്ക് എന്ന് പറയുന്നത് 25. അതിനുവേണ്ടി എല്ലാവരും 13 ക്വസ്റ്റ്യൻസ് എഴുതിയാൽ മതി ആക്ച്വലി. പക്ഷേ അതിൽ നിർത്താതെ 13 ക്വസ്റ്റ്യൻസ് ആണോ? അതെ, 13 ക്വസ്റ്റ്യൻസ് എഴുതിയാൽ 26 വരെ കിട്ടും. പക്ഷെ അങ്ങനെ എഴുതി നിൽക്കാതെ ഈ 2 ക്വസ്റ്റ്യൻസും കൂടി എക്സ്ട്രാ ഉള്ള 2 ക്വസ്റ്റ്യൻസും കൂടി അറ്റൻഡ് ചെയ്യാം. സോ അടുത്ത പാർട്ടിലോട്ട് പോവാം. ഒന്നാമത്തെ സോൾവ് 18 + 10x + 3x = 106 - 5x. ഇത് ശരിക്കും ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കൂടി ഇല്ല, ഒന്നുമില്ല. ഈ എക്സ് ടേമുകളെല്ലാം കൂടി ഒരു ഭാഗത്തേക്ക് ആക്കുക, പിന്നെ എക്സ് ഇല്ലാത്ത ടേമുകളൊക്കെ വേറെ ഭാഗത്തേക്ക് ആക്കിയാൽ മതി. 10x + 3x, ഈ -5x ഇങ്ങോട്ട് വരികയാണെങ്കിൽ നോക്കി നോക്കുക, മൊത്തം എത്ര വരുന്നുണ്ട്? 8x വരുന്നുണ്ട് അല്ലേ? ഇവിടെ 13x. ഈ 13x ദെൻ -5x എന്ന് പറഞ്ഞാൽ 8x വരും. ദെൻ മറ്റേതിൻ്റെ വാല്യൂ എത്ര വരുന്നുണ്ട്? 88 വരുന്നുണ്ട്. സോ എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 88/8 ആണ്. അത് 11 കിട്ടും. ഇവിടെ പ്ലസ് 5x ആണ്, ഒരു കൺഫ്യൂഷൻ ഉണ്ട്. പ്ലസ് ആയിരിക്കും, കാരണം 10ഉം 13x ഇവിടെ പ്ലസ് ആയാലാണ് നമുക്ക് ആ ഇക്വേഷൻ ശരിയാവുക അല്ലേ? ഇതിനെയും കൊണ്ടുവരുമ്പോൾ ഇവിടെ 13 ഉണ്ട്, 13 മൈനസ് ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അതേപോലെ ഈ 106, ഈ 18 ഇപ്പുറത്തേക്ക് കൊണ്ടുപോവുക, -18. അപ്പോൾ ഓക്കെ. ദെൻ സോൾവ് ദ ഇക്വേഷൻ x² + 7x = 60. ദെൻ a = 1 ആണ്, b = c ആണ്, c = -60. നിങ്ങൾക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് അറിയുന്നുണ്ടായിരിക്കും. x = -b ± √b² - 4ac/2a അല്ലേ? അപ്പോൾ ഇതിൽ ഓരോന്നിൻ്റെ വാല്യൂ നമ്മളിവിടെ കണ്ടെത്തിയിട്ടുണ്ട്. ഈ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. എയുടെ സ്ഥാനത്ത് ഇവിടെ എയുടെ സ്ഥാനത്ത് 1 കൊടുത്തു, സിയുടെ സ്ഥാനത്ത് -60 കൊടുത്തു. അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇത് ചെയ്ത് കിട്ടിയാൽ നമുക്ക് ഒന്നല്ലെങ്കിൽ 5 കിട്ടും, അല്ലെങ്കിൽ എത്ര കിട്ടും? -12 കിട്ടും. ദെൻ ഫൈൻഡ് ദ ഡിറ്റർമിനൻ്റ് ഓഫ് എ. എയുടെ ഡിറ്റർമിനൻ്റ് മെട്രിക്സ് തന്നിട്ടുണ്ട്. 3 കോളം മെട്രിക്സ് ആണ്. 4 1 2 1 2 5 2 7 8. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് എ തന്നിട്ടുണ്ട്. ദെൻ എ = എന്ന് പറഞ്ഞിട്ട് ഈ വാല്യൂസ് എഴുതി. പിന്നെ നമുക്കറിയാം ഇതെങ്ങനെയത് കാണുന്നുള്ളത്. കാരണം ഇത് പ്ലസ് ആയിരിക്കും, ഇത് മൈനസ് ആയിരിക്കും, ഇത് പ്ലസ് ആയിരിക്കും അല്ലേ? അപ്പോൾ പ്ലസ് ഇട്ടു. അപ്പോൾ ഈ ഒരു ഇത് നിൽക്കുന്ന ഈ ഒരു കോളം ഈ ഒരു റോയും അങ്ങോട്ട് കട്ട് ചെയ്യാം. ഇത് കട്ട് ചെയ്താൽ പിന്നെ ഇത്രയും ഭാഗം ഈ 2 5 7 8 ഉണ്ടാവും അല്ലേ? ദെൻ മൈനസ്, ഈ പറഞ്ഞ മൈനസ്. അപ്പോൾ സി ഈ ഇവിടെ മൈനസ് ചേർത്തിട്ട് എഴുതുക. അപ്പോൾ അത് നിൽക്കുന്ന റോ ഇത്, അതേപോലെ ഇതാ ഈ കോളം ഇതും അങ്ങ് പോവും. അത് പോയാൽ ഇനി ബാക്കി ആരാ നോക്കുക? 1 5 ഉണ്ടായിരിക്കും, 2 8 ഉണ്ടായിരിക്കും. അതുപോലെ +2 എന്നിട്ടിട്ട് ഇത് എഴുതുക. ഇതേപോലെ എളുപ്പമാണിത്. ഇപ്പുറത്തുള്ള ഇങ്ങനെയുള്ള റോ ഈ ഒരു റോ ഇങ്ങോട്ടുള്ള കോളം കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള ഐറ്റം എഴുതുക. അപ്പോൾ 1 2 2 7. ഇനി അതേപോലെ ഇനി വാല്യൂസ് ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് അതിൻ്റെ വാല്യൂസ് കണ്ടാൽ മതി. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ വാല്യൂ കിട്ടും 68. ദെൻ ഫൈൻഡ് ദ 10th ഓഫ് ദി അരിത്തമെറ്റിക് പ്രോഗ്രഷൻ for 8 12. അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ നമുക്കറിയാം എന്താണ്, ഏത് ടേം കണ്ട്? 10th ടേം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? a + n - 1d അല്ലേ? n - 1d എന്നുള്ള ഇക്വേഷൻ ആണ്. ആ ഇക്വേഷനിൽ എ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 4 ആണ്. ഡി എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ആണ്, 2 ഐറ്റം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 4 ആണ്. എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഐറ്റംസ്, എത്രാമത്തെ ടേം ആണ്? 10th ടേം ആണ്. അപ്പോൾ n എന്ന് പറഞ്ഞാൽ
10th ആണ്. ഈ വാല്യൂസ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ദെൻ അടുത്തത് ദ 3 numbers in ascending order in geometric progression such that the product is 729 and find the middle number. നമുക്കറിയാം അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ പോലെയല്ല ജോമെട്രിക്ക്. സി ഹിയർ ഇങ്ങനെയായിരിക്കും. ഫസ്റ്റ് ടേം എ, സെക്കൻഡ് ടേം എ ആർ, തേർഡ് ടേം എ ആർ സ്ക്വയർ, അങ്ങനെ അങ്ങനെ പോകും അല്ലേ. ഇപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഒരു 3 numbers അസെൻഡിങ് ഓർഡറിൽ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു ഫോം അല്ലേ, മൾട്ടിപ്ലിക്കേഷൻ ഫോം. അതിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ അതിനെ മൾട്ടിപ്പിൾ ചെയ്താൽ കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 729 ആണ്. സോ എ ആർ ക്യൂബ് ഈസ് ഈക്വൽ ടു 729. 3 ടേമുകളല്ലേ അസെൻഡിങ് ഓർഡറിൽ 3 ടേമുകൾ എടുക്കുകയാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അല്ലേ. ദെൻ അടുത്തത് അപ്പോൾ എ ആർ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 9 ആയിരിക്കും. ഈ ക്യൂബ് ഒഴിവാക്കിയിട്ട് എ ആർ എന്ന് പറഞ്ഞാൽ 9 ആയിരിക്കും. ഇനി നമുക്ക് അറിയാം 3 ടേമുകൾ. ഇതിൽ ഒരു സംഭവം കൂടി തന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ സമ്മ് എന്ന് പറയുന്നത് 351 ആണ്. അത് ഞാനിതിൽ ക്വസ്റ്റ്യനിൽ ഇടാൻ വിട്ടുപോയതാണ്. ഈ 3 ടേമുകളുടെ പ്രൊഡക്റ്റ് 729ഉം അതേപോലെ ഈ 3 ടേമുകളുടെ സമ്മ് എന്ന് പറയുന്നത് 351 ആണ്. സോ എ ഇൻറ്റു എ ആർ പ്ലസ് എ ആർ ഇൻറ്റു എ ആർ സ്ക്വയർ അങ്ങനെ എഴുതി പോയിട്ട് അങ്ങനെ എഴുതി എ ആറില്ല, എ ഇൻറ്റു എ ആർ സ്ക്വയർ അങ്ങനെ വരുന്നു. ദെൻ അടുത്തത് അങ്ങനെ എഴുതി എ ആർ സ്ക്വയർ ബൈ എ ആർ സ്ക്വയർ 6 പ്ലസ് എ ആർ സ്ക്വയർ ആർ സ്ക്വയർ ആർ ക്യൂബ്, എ ആർ സ്ക്വയർ ആർ ക്യൂബ് എ ആർ സ്ക്വയർ ആർ സ്ക്വയർ ഈക്വൽ ടു 351 വരും. ദെൻ ഈ രണ്ട് സൈഡും നമ്മൾ 81 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 81 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഇതുപോലെ ഒരു ഇക്വേഷൻ കിട്ടും. ദെൻ എല്ലാ സൈഡിൽ നിന്നും നമ്മൾ എന്ത് എഴുതുന്നു? 1 ഡിവൈഡ് ചെയ്തിട്ട് സബ്ട്രാക്ട് 1 ഫ്രം ബോത്ത് സൈഡ്സ്. സോ നമുക്ക് ആർ ഈസ് ഇക്വൽ ടു 3 കിട്ടും, എ ആർ ഈസ് ഇക്വൽ ടു 9 കിട്ടും. അതിൽ 3 എ എന്ന് പറഞ്ഞാൽ 9 ആണ്. അപ്പോൾ എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 3 ആണെന്നറിയാം. സോ ഒന്നാമത്തെ സംഖ്യ കിട്ടിക്കഴിഞ്ഞു. എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ 6 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ 3 ആണ്. എ ഇൻറ്റു 6 ആണ് രണ്ടാമത്തെ ടേം. അപ്പോൾ 3 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 9, പിന്നെ ഇൻറ്റു 3 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എഴുതി പോവുക. അത്രയേ ഉള്ളൂ. ദെൻ അപ്പോൾ നമുക്ക് ചോദിച്ചത് ഈ ടേം മിഡിൽ ടേം ആണ് ചോദിച്ചിട്ടുള്ളത്. അത് 9 ആയിരിക്കും. കാൽക്കുലേറ്റ് ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് ദ എമൗണ്ട് അറ്റ് ദ എൻഡ് ഓഫ് ദി 7th ഇയർ ഫോർ ദി 15,000 അറ്റ് 9% പെർ ആനം. സോ ഇവിടെ നമ്മുടെ കാൽക്കുലേഷൻ ഉണ്ട്. നിങ്ങൾക്ക് അറിയാം സിമ്പിൾ ഇൻട്രസ്റ്റിലുള്ളത് ചോദിക്കും, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലുള്ളതും ചോദിക്കും കേട്ടോ. സോ പ്രിൻസിപ്പൽ എമൗണ്ട് 15,000 ആണ്. എത്ര നമ്പർ ഓഫ് ഇയേഴ്സിനാണ്? 7 ഇയേഴ്സിനാണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 9 ആണ്. ടോട്ടൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ PNR by 100 ആണ്. സോ പി എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ട്, എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ്. ആ റേറ്റ് നമുക്ക് 9,450 രൂപ കിട്ടും. അത് പ്ലസ് പ്രിൻസിപ്പൽ എമൗണ്ട് നമ്മൾ എത്രയും കൂടി ആഡ് ചെയ്യണം? ഇത് ഇൻട്രസ്റ്റ് എമൗണ്ട് ആണ്. ടോട്ടൽ ഇൻട്രസ്റ്റ് എമൗണ്ട് 7 വർഷം കഴിഞ്ഞിട്ട് പ്ലസ് അതിൻ്റെ കൂടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള 15,000 കൂടി ആഡ് ചെയ്തിട്ട് ഉള്ള എമൗണ്ട് 24,450 കിട്ടും. ദെൻ ഫൈൻഡ് ദ മീഡിയൻ ഫോർ ദി വാല്യൂസ് 85, 57, 63 അങ്ങനെ ഒരു റോങ് കൊടുത്ത് നോക്കൂ. ഇത് ഒരു ഇൻഡിവിജ്വൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇൻഡിവിജ്വൽ ഡിസ്ട്രിബ്യൂഷനിൽ മീഡിയൻ കാണും. ഫസ്റ്റ് വി ഹാവ് ടു റൈറ്റ് ദി സീരീസ് ഓർ ഡേറ്റ ഇൻ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡറിൽ. സോ ഒന്നല്ലെങ്കിൽ ചെറുതിന്ന് വലുതിലേക്ക് എഴുതുക, വലുതിന്ന് ചെറുതിലോട്ട് എഴുതുക. ഇതൊരു ഇൻഡിവിജ്വൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ അങ്ങനെയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിത് ചെറുതിന്ന് വലുതിലോട്ട് എഴുതി. അതിനുശേഷം മീഡിയൻ ഈസ് ഈക്വൽ ടു n+1/2 ആയിട്ട്. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഐറ്റംസ് ആണ്. സോ ജസ്റ്റ് എണ്ണി നോക്കൂ എത്ര ഐറ്റംസ് ഉണ്ടെന്ന്. ആ എണ്ണം നോക്കുക. ഇങ്ങനെ 1 2 3 4 5 6 7 8 പ്ലസ് എത്രയുണ്ട്? 8 + 1 9 അല്ലേ. അങ്ങനെ എണ്ണിയിട്ട് നോക്കുക. എണ്ണി നോക്കിയിട്ട് 1 2 3 4 5 6 7 8. അപ്പോൾ 8 + 1 9, 9/2 ഐറ്റം അല്ലേ. 9/2 ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ് കിട്ടുന്നത്? 4.5 കിട്ടും അല്ലേ. 4.5 ആണ് കിട്ടുക.
4.5 അങ്ങനെ ഹാഫ് ആയിട്ട് കിട്ടുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ 4 കൊടുക്കുക 5 കൊടുക്കുക അതിൻ്റെ ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി. സോ ഹിയർ ഇവിടെ മീഡിയൻ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കിട്ടുന്നത് 63 ആയിരിക്കും. കാൽക്കുലേറ്റ് അരിത്തമെറ്റിക് മീൻ ഫ്രം ദ ഫോളോയിങ് ഡാറ്റ. നോക്കൂ, ഇതൊരു ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. എക്സും തന്നിട്ടുണ്ട്, ഫ്രീക്വൻസി കോളം തന്നിട്ടുണ്ട്. സോ എക്സ് കോളം നമ്മൾ എഴുതി, ഫ്രീക്വൻസി കോളം എഴുതി. ദെൻ എഫ് എക്സ്, ഈ എഫിനെ എക്സ് കൊണ്ട് ഗുണിക്കുക, എന്നിട്ട് അതിൻ്റെ ടോട്ടൽ കാണുക. അതേപോലെ എഫ് കോളമാണ് ഇവിടെ എൻ കോളം എന്ന് പറയുന്നത്. എഫ് കോളത്തിൻ്റെ ടോട്ടലാണ് എൻ കോളം. സോ സിഗ്മ എഫ് ഓർ സിഗ്മ എൻ എന്ന് പറഞ്ഞാൽ 83. അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ സിഗ്മ എഫ് എക്സ് ബൈ എൻ എന്ന് പറഞ്ഞാൽ ഈ 3740/83. ദെൻ അടുത്തത് പാർട്ട് സി ആണ്, ക്രാമേഴ്സ് ഇക്വേഷൻ. ക്രാമേഴ്സിൻ്റെ റൂൾ വെച്ചിട്ട് ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യാൻ 2x + 3y = 7, 4x + 2y = 10. നമ്മൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക വെച്ചാൽ ആ ഇക്വേഷൻ നമ്മൾ ഒരു മെട്രിക്സ് ഫോമിലോട്ട് ആക്കുക. അപ്പോൾ ആ മെട്രിക്സ് ഫോമിലേക്ക് 2 3 എന്ന് കിട്ടും, 4 2 കണ്ടോ, 4 2. പിന്നെ ഈ ഒരു ആൻസറിൻ്റെ ഒരു പോർഷൻ ഈക്വൽ ടു എന്നുള്ള പോർഷൻ 7 10. ഇനി അതേപോലെ തന്നെ ഡിറ്റർമിനൻറ്റ് എ, പിന്നെ അതേപോലെ ഡിറ്റർമിനൻറ്റ് A1 കാണുക. നമുക്കറിയാം എക്സ് = ഉള്ള ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എക്സിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻറ്റ് എ ആണ്. ഡിറ്റർമിനൻറ്റ് ഓഫ് A2 ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻറ്റ് ഓഫ് എ = y ആണെന്ന് നമുക്ക് അറിയാം. സോ ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എ കാണണം, A1 കാണണം, A2. ഇനി ഇതൊക്കെ കണ്ടതിന് ശേഷം ഇതിൻ്റെ ഓരോന്നിൻ്റെ ഡിറ്റർമിനൻറ്റ് കാണാം. ഡിറ്റർമിനൻറ്റ് ഓഫ് എ, ഡിറ്റർമിനൻറ്റ് ഓഫ് A1 A2 ഇങ്ങനെയുള്ളതൊക്കെ കാണും. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എക്സിൻ്റെ വില 2ഉം അതേപോലെ വൈയുടെ വില 1ഉം കിട്ടും. Then find the compound interest for ₹5,000 for 5 years if interest is payable annually at 5% per annum. So ഇവിടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് A - P എന്നുള്ളതാണ്. A എന്ന് പറഞ്ഞാൽ എമൗണ്ട് അറ്റ് ദ എൻഡ് ആണ്. സോ ദാറ്റ് is equal to P × 1 + R / 100 n ആയിട്ട് നമുക്ക് കിട്ടും. സോ 1 + R റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5% ആണ്. സോ 5% കൊടുത്തു, 5 വർഷത്തേക്കാണ്, ഇവിടെ 5ഉം കൊടുത്തു. ഇനി അത് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ 6381.4 കിട്ടും. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. ആ കിട്ടുന്ന ഇൻട്രസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? 5,000 നിന്ന് ലെസ് ചെയ്യുക. A - P കണ്ടോ, എ കണ്ടു കഴിഞ്ഞു. എ എന്ന് പറയുന്നതാണ് ഇപ്പോൾ കണ്ടത്. ആ കണ്ടു കഴിഞ്ഞ എമൗണ്ട് പ്രിൻസിപ്പൽ എമൗണ്ട് ആയിട്ടുള്ള 5,000 നിന്ന് ലെസ് ചെയ്യുക. 5,000 നിന്ന് ലെസ് ചെയ്യുമ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടും 1381.40 രൂപ. ഫൈൻഡ് ദ 8th term and 9th term ഓഫ് ദി geometric progression 5 10 20. നോക്കൂ, 8th term 9th term ഒക്കെ കാണാനുള്ളത് ഇക്വേഷൻസ് AR പവർ n - 1 ആണ്. എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേമാണ്. ആറ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറൻസ് ആണ് അല്ലേ? 6 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ടേമുകൾ. ഇപ്പോൾ 5 10 20 എന്ന് പറയുമ്പോൾ 10/5 ആണ് R എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ 6 ഇവിടെ കണ്ടു. എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം, 6 എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ 2 കിട്ടും. പവർ എത്രാമത്തെ ടേമാണ് കാണുന്നത്? 8ാമത്തെ ടേം ആണെങ്കിൽ പവർ 8 - 1, 9ാമത്തെ ആണെങ്കിൽ പവർ 9 - 1. Calculate the standard deviation and the coefficient of variation from the following data. So here x column and frequency column. First you have to find out the f. X already given. So first you have to find out fx. ഇത് രണ്ടും കൂടി മൾട്ടിപ്പിൾ ചെയ്യുക. Then you find out the x square. That means 2 power square, 2 square 4, 4 square 16, 6 square 36, 8 square 64. Like that way you find out the x square column. Then fx square. fx square എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്വയർ അല്ല മക്കളെ, എഫ് ഓൾറെഡി ഇവിടെ ഉണ്ടല്ലോ. പിന്നെ നിങ്ങൾ ഈ എക്സ് സ്ക്വയറും ഇവിടെ ചെയ്തിട്ടില്ലേ? ഈ 2 കോളം കൂടി ഇൻറ്റു ചെയ്താൽ എഫ് ഇൻറ്റു എക്സ് സ്ക്വയർ. അല്ലാതെ ഇതിനെ കൊണ്ടുപോയിട്ട് സ്ക്വയർ ചെയ്തിട്ട് എഴുതരുത്, ആകെ തെറ്റിപ്പോവും. സോ 2 × 4, ഈ 4 ആണ്. 2 × 4 8, 4 × 16 64, 5 × 36 കണ്ടോ, 5 × 36 180. അതേപോലെ 64 × 6
384. അതുവരെ പറഞ്ഞാൽ മതിയല്ലോ. ഏത് കോളാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ഈ എക്സ് കോൾ അല്ലാത്ത ബാക്കി എല്ലാ കോളും നിങ്ങൾ എന്ത് ചെയ്യണം, ടോട്ടൽ ചെയ്യുക, സിഗ്മ കാണുക. ഇതാണ് എൻ കോൾ എന്ന് പറയുക. ഫ്രീക്വൻസിൻ്റെ ടോട്ടൽ N32 സിഗ്മ എഫ് എക്സ് സിഗ്മ എക്സ് സ്ക്വയർ. ഇനി നമുക്ക് ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. അരിത്തമെറ്റിക് മീൻ്റെ ഇക്വേഷൻ നമുക്കറിയാമല്ലോ, സിഗ്മ എഫ് എക്സ് ബൈ എൻ ആണ്. സോ നമുക്ക് 264/32 8.25 കിട്ടും. ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എഫ് എക്സ് ബൈ എൻ ഓൾ സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ എഫ് എക്സ് ആണ് നിങ്ങൾ എടുക്കേണ്ടത്. എഫ് എക്സും എഫ് എക്സ് സ്ക്വയറും ഒന്നും മാറിപ്പോവരുത്. എഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതാണ് എഫ് എക്സ് സ്ക്വയർ അല്ലേ, ഇത് എഫ് എക്സ് ആണ്. ഇതിൻ്റെ സ്ക്വയർ ആണ് രണ്ടാമത്തെ ഭാഗത്ത് ചോദിക്കുക കേട്ടോ. അതായത് ഈ ഭാഗം ചോദിക്കുന്നത്, ഈ ഭാഗം എഫ് എക്സ് ഓൾ സ്ക്വയർ ആണ്, അല്ലാതെ മറ്റേ എഫ് എക്സ് സ്ക്വയർ അല്ല. അത് രണ്ടും കൂടി മാറിപ്പോവരുത്. ഇത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാണുക. ദെൻ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബൈ മീനാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞു, മീൻ ഇതേ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഡിവൈഡഡ് ബൈ ചെയ്ത് ദെൻ ഇൻറ്റു 100 ചെയ്ത 35.85. സോ ഇത് വലിയ കുഴപ്പമില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയിട്ടുള്ളത്. ഇപ്രാവശ്യം നമുക്ക് അത്രയും നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടട്ടെ. എല്ലാവരും ആദ്യത്തെ 2 സെഷൻ ക്വസ്റ്റ്യൻസൊക്കെ നന്നായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ബെസ്റ്റ് ഓഫ് ലക്ക്. എല്ലാവരും നന്നായിട്ട് ഒരു എന്താ പറയുക, നെഗറ്റീവായിട്ട് എക്സാമിനെ കാണാതെ വളരെ പോസിറ്റീവായിട്ടുള്ള മൈൻഡോട് കൂടിയിട്ട് എക്സാംസിനെ കാണുക. ഒറ്റ തവണ കൊണ്ട് തന്നെ നല്ല മാർക്കോട് കൂടി പാസ്സാകണം എന്നുള്ളൊരു കോൺഫിഡൻറ്റോട് കൂടി എക്സാം എഴുതുക. അപ്പോൾ സമയം അവസാനിച്ചിട്ടില്ല. ഇന്ന് പഠിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് മാക്സിമം എന്ത് ചെയ്യാൻ പറ്റുമോ, ഏൺ ചെയ്യാൻ പറ്റും. ബി ഓപ്റ്റിമിസ്റ്റിക്. ആ ഒരു ആറ്റിറ്റ്യൂഡാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വളർത്തിയെടുക്കേണ്ടത്. ഒരിക്കലും തലേദിവസം പഠിച്ച് എക്സാം എഴുതരുത്. നമുക്ക് ആ ഒരു കോൺസെപ്റ്റ് ശരിക്ക് കിട്ടില്ല. പക്ഷേ ദിവസം തീർന്നു എന്നുള്ള ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്, അല്ലാതെ തലേ ദിവസം പഠിക്കാൻ വേണ്ടി പറഞ്ഞല്ല. സോ കാര്യമായിട്ട് നന്നായിട്ട് ഉള്ള ഓരോ മണിക്കൂറുകൾ, ഇനി ദിവസങ്ങൾ എണ്ണിയിട്ടുണ്ടെങ്കിൽ കുറവായിരിക്കും. സോ മണിക്കൂറുകളായിട്ട് എണ്ണീട്ട് കുറേ ഉണ്ട് എന്നുള്ള കോൺഫിഡൻസോട് കൂടി മാക്സിമം എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എക്സാം എഴുതുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. സോ ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു.